ചെറിയുള്ളിയുടെ തൊലി കളയാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. സമയം പോവും, അതുപോലെ തന്നെ നമുക്ക് കണ്ണിന്ന് വെള്ളം വരും. പക്ഷേ ഞാൻ പറയണ ഈ 2 രീതിയിൽ നമ്മൾ ഉള്ളി തൊലി കളഞ്ഞാൽ ഒരിക്കലും നമുക്ക് കണ്ണിന്ന് വെള്ളം വരികയോ അതുപോലെ തന്നെ സമയം പോവുകയൊന്നും ചെയ്യൂല കേട്ടോ. ഈ ഒരു ടിപ്പിന് നമുക്ക് കത്തീൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. ഈ ഒരു വെള്ളം മാത്രം മതി. ഈ ഒരു വെള്ളം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഉള്ളി ക്ലീനായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് അടുക്കളയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഉള്ളി, ചെറിയ ഉള്ളി അതുപോലെ വെളുത്തുള്ളിയൊക്കെ. ഞാൻ ഇപ്പോൾ ചെറിയ ഉള്ളീൻ്റെ മാത്രമേ കാണിക്കണുള്ളൂ. എല്ലാ കറികൾക്കും നമുക്ക് ചെറിയ ഉള്ളി ആവശ്യമാണ്. സാമ്പാറാണെങ്കിലും ഉള്ളിത്തീയലാണെങ്കിലും പിന്നെ അതുപോലെ മീനിക്കാണെങ്കിലും ഒക്കെ ആവശ്യമാണ്. പക്ഷേ ഇത് ക്ലീൻ ചെയ്ത് എടുക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ട്. ഈ ഒരു രീതി ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണോ, നമ്മുടെ മക്കളോട് പോലും നമുക്കിത് ഒന്ന് നന്നാക്കി ക്ലീൻ ചെയ്ത് കൊണ്ടാന്ന് പറയാൻ പറ്റും. നമുക്കെന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ. നല്ല തിളച്ച വെള്ളമൊന്നും വേണ്ട, ഒരു ഇളം ചൂടുള്ള വെള്ളം. അപ്പോൾ അതിലേക്ക് നമ്മുടെ ചെറിയുള്ളി കുറച്ച് ഇട്ട് വയ്ക്കുക. ആ വെള്ളത്തിലേക്ക് മുങ്ങി കിടക്കണം കേട്ടോ. ഞാനങ്ങനെ ചെറിയുള്ളി ആ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മൂടി വയ്ക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ. 10 മിനിറ്റ് നേരം ആ ഒരു വെള്ളത്തിൽ ആ ചെറിയുള്ളി കിടക്കട്ടെ. അങ്ങനെ ഒന്നാമത്തെ രീതി നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തെ രീതി എങ്ങനെയെന്ന് വെച്ചാൽ, ആ ഉള്ളീൻ്റെ ഇപ്പോൾ 2 വശത്തുള്ള ആ ഒരു സംഭവം ഉണ്ടാവില്ലേ, മൂക്ക്, അത് 2 വെട്ടി കളയുക. ഈ ഒരു വീഡിയോയിൽ കണ്ടില്ലേ, അതേപോലെ അങ്ങനെ ആ ഉള്ളീൻ്റെ 2 വശവും നമ്മൾ കത്തി കൊണ്ട് വെട്ടി കളയണം. എങ്കിലാണ് നമുക്ക് ഉള്ളി വെള്ളത്തിലിട്ട് കുതിർത്തി കഴിയുമ്പോൾ നല്ല പോലെ ക്ലീനായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഉള്ളിയും ഇതേപോലെ മൂക്കൊക്കെ കളഞ്ഞ് ക്ലീനാക്കിയിട്ട് വെള്ളം ഒഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യാൻ നമുക്ക് വേണ്ടത് പച്ചവെള്ളമാണ് കേട്ടോ. സാധാ പച്ചവെള്ളം മാത്രം മതി കേട്ടോ. അതും നമ്മുടെ ഉള്ളി മുങ്ങി കിടക്കാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കണം. പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട. ഈ ഒരു ഉള്ളി ആ ഒരു വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കൂടെ കിടന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ 10 മിനിറ്റിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളി ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ഇത് നമ്മൾ പച്ചവെള്ളത്തിലിട്ട ഉള്ളിയാണ് കേട്ടോ. കൈ കൊണ്ട് വെറുതെ ഒന്ന് തിരുമ്മി കൊടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മളെ ഉള്ളി പറഞ്ഞു പോരുന്നുണ്ട് കേട്ടോ. തൊലി ബുദ്ധിമുട്ടില്ലാതെ നമ്മളെ ഉള്ളീൻ്റെ തൊലി ക്ലീനായി വരുന്നത് നമുക്കതിന് ശരിക്കും കാണാൻ കഴിയും. സ്ത്രീകളായ നമുക്കേ അറിയുള്ളൂ നമ്മുടെ ഈ ഒരു ബുദ്ധിമുട്ട്. കാരണം എത്ര നേരം എടുത്തിട്ടാണ് നമ്മൾ ഈ ചെറിയ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യണേ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആരും നമ്മളെ സഹായിക്കാനൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു നേരത്ത് നമുക്ക് ഇങ്ങനൊരു ടിപ്പ് പ്രയോഗിച്ചാൽ എന്തായി, എല്ലാ പണികളും പെട്ടെന്ന് തീരാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഉള്ളി നമുക്ക് വെള്ളത്തിലിട്ട് കൊടുത്ത ശേഷം മക്കളോടോ വേറെ ആരോടെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് തിരുമ്മി കൊണ്ടാന്ന് പറഞ്ഞാൽ പോലെ അതും ചെയ്ത് തന്നോളും. കണ്ടില്ലേ, എൻ്റെ ഉള്ളികളൊക്കെ തൊലിയൊക്കെ നല്ല ക്ലീനായി വന്നത് കണ്ടില്ലേ. അപ്പോൾ ഇത്ര പണിയുള്ളൂ. ഇനി നമുക്ക് ഇളം ചൂടുവെള്ളത്തിലിട്ട ചെറിയുള്ളീൻ്റെ അവസ്ഥ നോക്കാം. കണ്ടില്ലേ, ഇതും അതേപോലെ തന്നെ ക്ലീനായി വന്നിട്ടുണ്ട്. അതിലെ അഴുക്കും കാര്യങ്ങളൊക്കെ നല്ലപോലെ ആ ഒരു വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടെന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ ഈ ഒരു ഉള്ളീൻ്റെ മൂക്കും ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ കളയാതെയാണ് ഇട്ടത്. ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ക്ലീനായി കിട്ടുമായിരുന്നു കേട്ടോ. ഇത് ക്ലീനാവാത്ത കുഴപ്പമൊന്നുമല്ല. ഇനിയിപ്പോൾ അതിൻ്റെ മൂക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളൂ. ഇനിയിപ്പോൾ കുടുംബത്തിൽ വല്ല കല്യാണമോ അല്ല വീട്ടിൽ വല്ല ബിരിയാണി വെപ്പോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അങ്ങനെ ഇളം ചൂടുള്ള വെള്ളത്തിലും അതുപോലെ തന്നെ പച്ചവെള്ളത്തിലും ഞാൻ കുതിരാൻ വെച്ച നമ്മുടെ ഉള്ളി ഇതേപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്ര പണിയുള്ളൂ. ഈ ഒരു രീതിയിൽ ഉള്ളി നമുക്ക് ക്ലീൻ ചെയ്തിട്ട്, അതായത് തൊലി കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഒക്കെ നമുക്ക് അതൊന്ന് എടുക്കാമല്ലോ. അപ്പോൾ കുറച്ച് കാലം നമുക്കിത് കേടുകൂടാതെ നമുക്ക് ചെറിയ ഉള്ളി കിട്ടും. അപ്പോൾ ഇനി ഉള്ളി ക്ലീൻ ചെയ്യാൻ ആർക്കും ഒരു മടി വേണ്ട. ചെറിയ ഉള്ളീൻ്റെ ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷെ നമുക്കതിൻ്റെ തൊലി കൊണ്ട് നന്നാക്കിയ ഒരു തൊലി ഉണ്ടാവില്ലേ, അതുകൊണ്ടും നമുക്ക് ആവശ്യമുണ്ട്. എന്താണെന്നല്ലേ, നമ്മളെ ചെടികൾക്ക് അതുപോലെ കറിവേപ്പില എന്നതിനൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു വളം കൂടെയാണ് ചെറിയ ഉള്ളീൻ്റെ തൊലി. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
ഈ ഒരു രീതിയിൽ ചെറിയുള്ളിൻ്റെ തൊലി കറിവേപ്പിലേക്കാണ് ഇപ്പോൾ ഞാൻ ഒഴിക്കുന്നത്. ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ അത് വളരും കേട്ടോ. ഇങ്ങനെ ഞാൻ പച്ചക്കറി വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒഴിച്ച് കൊടുത്ത് ഉണ്ടായ എൻ്റെ കറിവേപ്പിലയാണ് ഈ കാണുന്നത്.